സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പാണ്ഡുരംഗ വിഠലയുടെ കഥയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വളരെ അതിമനോഹരമായിട്ടുള്ള ഭക്തവാത്സല്യത്തിന്റെ കഥയാണ് പാണ്ഡുരംഗ വിഠലയുടെ കഥ. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ കഥയിലേക്ക് കടക്കാം. മഹാരാഷ്ട്രയിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പാണ്ഡുരംഗ വിഠല എന്ന നാമത്തിലാണ് ആരാധിക്കാറുള്ളത്. കേരളത്തില് അദ്ദേഹം ഗുരുവായൂരപ്പനാണ്. തമിഴ്നാട്ടില് അദ്ദേഹം രംഗപുര നാഥനാണ്. അങ്ങനെ ആന്ധ്രയിൽ എത്തുമ്പോൾ അദ്ദേഹം തിരുപ്പതി വെങ്കിടാചലപതി, തിരുപ്പതി ബാലാജിയാണ്. അങ്ങനെ കർണാടകയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം ഉടുപ്പി ശ്രീകൃഷ്ണനാണ്. ഒറീസയിൽ എത്തുമ്പോൾ അദ്ദേഹം പുരി ജഗന്നാഥ സ്വാമിയാണ്. അങ്ങനെ മഹാരാഷ്ട്രയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാമം പാണ്ഡുരംഗ വിഠല എന്നതാണ്. വിഠല എന്ന പദത്തിന് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. മൺകട്ടയ്ക്ക് മുകളിൽ കാത്തു നിൽക്കുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്നതാണ് വിഠല അല്ലെങ്കിൽ വിഠോബ എന്ന പദത്തിന്റെ അർത്ഥം. ഭാഗവത പുരാണത്തിൽ നമ്മൾ മുജുകുന്ദനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാലയവനൻ എന്ന വലിയ അസുരനെ ഒറ്റ നോട്ടം കൊണ്ട് ഭസ്മമാക്കിയ ആളാണ് മുജുകുന്ദൻ. ഈ മുജുകുന്ദന്റെ പുനർജന്മമാണ് പുണ്ടലീകൻ. പുണ്ടലീകൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനശ്വരനായ ഒരു വലിയ ഭക്തനാണ്. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിലാണ് പുണ്ടലീകന്റെ ജനനം. ഭഗവാന്റെ അതിതീവ്രമായ ഭക്തനായിരുന്നു പുണ്ടലീകൻ. പുണ്ടലീകന് വേണ്ടിയാണ് ഭഗവാൻ മൺകട്ടയ്ക്ക് മുകളിൽ കാത്തുനിന്നത്. അപ്പോ എന്തായിരുന്നു ആ ഒരു സന്ദർഭം? മഹാരാഷ്ട്രയിലെ പതാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിഘോരമായിട്ടുള്ളൊരു വനമുണ്ടായിരുന്നു. ഡാണ്ടി വനം എന്നതാണ് ആ ഒരു കാടിന്റെ പേര്. അവിടെ ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു, ജാനുദേവും സത്യവതിയും. വിവാഹം കഴിഞ്ഞ് വളരെ കാലമായിട്ടും അവർക്ക് സന്താന ഭാഗ്യം ഇല്ലായിരുന്നു. പക്ഷെ അവർ ഇരുവരും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അതിതീവ്രമായ വലിയൊരു ഭക്തര് തന്നെയായിരുന്നു. ഭഗവാൻ സത്യനാരായണനെ നിരന്തരം ആരാധിക്കുന്നതിലൂടെ അവർക്ക് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യം ലഭിക്കുകയാണ്. അതിതേജോമയനായ ഒരു പുത്രനെയാണ് അവർക്ക് ലഭിക്കുന്നത്. ആ പുത്രന് അവർ പുണ്ടലീകൻ എന്ന നാമകരണവും ചെയ്തു. പുണ്ടലീകൻ ഭഗവാന്റെ വലിയ ഭക്തനായിട്ടാണ് വളർന്നു വരുന്നത്. അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അനുസരിക്കുമായിരുന്നു. അച്ഛനും അമ്മയോടും വളരെ വലിയ സ്നേഹവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർ നല്ല രീതിയിലായിരുന്നു അവിടെ ജീവിച്ചത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം പുണ്ടലീകൻ വിവാഹിതനായി. കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത് ഇവിടം തൊട്ടാണ്. അദ്ദേഹത്തിന്റെ പത്നിയായി വരുന്ന ആ ഒരു യുവതിക്ക് ഒട്ടും തന്നെ ഭഗവാനിൽ വിശ്വാസമോ സ്നേഹമോ ഒന്നും തന്നെയില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പോലും അവർ വളരെ വലിയ രീതിയിൽ ദ്രോഹിക്കുമായി. സ്വാർത്ഥ ചിന്താഗതിയും കപടത്തരവും ഞാൻ എന്ന ഭാവവും ഭഗവത് നിന്ദയും മാത്രമല്ല മുതിർന്നവരോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു പുണ്ടലീകന്റെ ഭാര്യ. അവർ പുണ്ടലീകന്റെ അച്ഛനമ്മമാരെ വളരെ മോശമായിട്ട് തന്നെ ഉപദ്രവിക്കുമായിരുന്നു. മാത്രമല്ല അവർക്ക് വേണ്ട സമയത്ത് ഭക്ഷണം പോലും അവർ നൽകില്ലായിരുന്നു. ആ വൃദ്ധരായ ദമ്പതികൾ ഒരുപാട് നാള് ഈ ഒരു പീഡനങ്ങളൊക്കെ അനുഭവിച്ച് പുണ്ടലീകന്റെ കൂടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ അവർക്ക് തന്നെ തോന്നി തുടങ്ങി ഇനി എത്ര നാൾ ഈ പീഡനങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അവരിരുവരും ഒരു തീരുമാനം എടുക്കുകയാണ്. പുണ്ടലീകൻ നിന്ന് വിട്ട് കാശിയിലേക്ക് ഒരു യാത്ര തിരിക്കാമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഭഗവത് ചിന്തകളിലും ഭഗവത് പൂജകളിലും ഏർപ്പെട്ട് അവിടെ തന്നെ ജീവിച്ച് മരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ജാനുദേവും സത്യവതിയും ഈ ഒരു തീരുമാനം അവരുടെ മകനായ പുണ്ടലീകന്റെ അടുത്തും അവരുടെ ഭാര്യ അടുത്തും അറിയിക്കുകയാണ്. ഇത് കേൾക്കുന്ന പുണ്ടലീകന്റെ ഭാര്യയുടെ മനസ്സിൽ വേറെ ചില ചിന്താഗതികളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാശിയിൽ പോയി ഇവർ ഭഗവത് പ്രാർത്ഥനകളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അങ്ങനെ അവർ മരിക്കുമ്പോൾ അതിന്റെ പുണ്യം ഇവർക്ക് വളരെ വലിയ രീതിയിൽ ലഭിക്കുന്നതാണ്. അപ്പോ ഈ പുണ്യത്തിന്റെ ഒരു പങ്ക് പറ്റണം എന്ന് പുണ്ടലീകന്റെ ഭാര്യയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു തുടങ്ങി. നോക്കൂ, ഭഗവാനോട് വിശ്വാസമില്ല, ഭഗവാനോട് സ്നേഹമില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യത്തിന് മാത്രം വലിയ സ്ഥാനം. അതായത് ഇതൊരു സ്വാർത്ഥ ചിന്താഗതിയുടെ ഏറ്റവും വലിയ ഒരു നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്തയാണത്. പക്ഷേ മൂഢയായ ആ സ്ത്രീ മനസ്സിലാക്കുന്നില്ല ഈ പുണ്യം പാപം എന്നൊക്കെ പറയുന്നത് ആരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മളുടെ കർമ്മഫലത്തെ മാത്രം ആസ്പദമാക്കിയിട്ട് ഒരു വ്യക്തിക്ക്
വ്യക്തിക്ക് ലഭിക്കുന്ന കാര്യമാണ് എന്നുള്ളത് മൂഢത്തരം നിറഞ്ഞ ആ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇത്രയൊക്കെ ദുഷ്കർമ്മങ്ങൾ തന്റെ ഭാര്യ പ്രവർത്തിക്കുമ്പോഴും പുണ്ഡലീകൻ തന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലും ഇല്ല. മാത്രമല്ല, ഭാര്യ പറയുന്നത് മാത്രം കേട്ട് അതിൽ ശരിയുണ്ടോ എന്ന് പരിശോധിക്കാതെ അവർ പറയുന്നത് മാത്രം വിശ്വസിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. കാലക്രമേണ പുണ്ഡലീകൻ ഭഗവാനോട് നിന്ന് അകന്നു പോയി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭക്തിയെല്ലാം നശിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കാശിയിലേക്കുള്ള യാത്രയിൽ ജാനുദേവന്റെയും സത്യവതിയുടെയും കൂടെ പുണ്ഡലീകനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ അനുഗമിച്ചു. യാത്രയിലുടനീളം പുണ്ഡലീകൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുതിരപ്പുറത്തൊക്കെ ഇരുത്തിയിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ പാവപ്പെട്ട ആ വൃദ്ധരായ ദമ്പതികൾ കാൽനടയായിട്ടാണ് നടന്നു പോകുന്നത്. യാത്രാമധ്യേ ഇവർ ഒരു സന്യാസിയെ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇവരോട് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ജാനുദേവിന്റെയും സത്യവതിയുടെയും ഭക്തിയും ഭഗവാനോടുള്ള സമർപ്പണ ബോധവും കണ്ട് വളരെയധികം ആകൃഷ്ടനാവുകയാണ് ആ ഒരു സന്യാസി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കുറച്ചു കാലം താമസിക്കാനായിട്ട് ഇവരോട് അദ്ദേഹം പറയുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു അഭ്യർത്ഥന കേൾക്കുന്ന ജാനുദേവനും സത്യവതിക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടെയുള്ള പുണ്ഡലീകനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇത് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. അതിന്റെ പിന്നിൽ ഒരു കാരണവുമുണ്ട്. കാരണം സ്വാമിജിമാരുടെ ആശ്രമം എന്നൊക്കെ പറയുന്നത് വളരെയധികം സൗകര്യക്കുറവ് ഉള്ള ഒരു സ്ഥലമായിരിക്കും. അതായത് ആവശ്യത്തിന് മാത്രമേ അവിടെ സൗകര്യങ്ങളുള്ളൂ. കൂടുതൽ അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഭഗവത് ചിന്തകൾക്കും ഭഗവത് പ്രാർത്ഥനകൾക്കും മാത്രമല്ല ധ്യാനത്തിനും യാഗത്തിനും ഒക്കെയാണ്. പക്ഷേ വേറെ നിവർത്തി ഒന്നുമില്ലാതെ ആശ്രമത്തിൽ കുറച്ചു കാലം താമസിക്കാമെന്ന് പുണ്ഡലീകനും അദ്ദേഹത്തിന്റെ ഭാര്യയും സമ്മതിക്കുകയാണ്. പക്ഷേ യാത്രാമധ്യേ ഉടനീളം ഈ ഒരു സന്യാസിയോട്, ഈ ഒരു സ്വാമിജിയോട് അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരുതരം അവഹേളിക്കുന്ന പോലെയും കളിയാക്കുന്നത് പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ സ്വാമിജിക്ക്, അതായത് സന്യാസിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം പുണ്ഡലീകന്റെ മൂഢത്തരം എത്രയുണ്ട് എന്നുള്ളത് അദ്ദേഹം അത്രടം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് പുണ്ഡലീകനോട് ഒരു സഹതാപ ചിന്താഗതി മാത്രമേ ആ ഒരു സ്വാമിജിക്ക് ഉള്ളൂ. ആ ഒരു സന്യാസിയോട് പുണ്ഡലീകൻ ചോദിക്കുന്നുണ്ട്, ഇനി കാശിയിലേക്ക് എത്ര ദൂരം ഉണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയില്ല, കാരണം ഞാൻ കാശിയിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. വളരെയധികം മോശമായിട്ട് പുണ്ഡലീകൻ ഇത് കേൾക്കുമ്പോൾ സ്വാമിജിയെ കളിയാക്കുന്നുണ്ട്. എന്ത്, കാശിയിൽ പോയിട്ടില്ല എന്നോ? കാരണം അവിടെ എത്ര വലിയ സന്യാസിമാർ അവിടെ വന്ന് തപസ് ചെയ്ത് യാഗങ്ങളൊക്കെ നടത്തി പുണ്യം ലഭിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ സന്യാസിയായിട്ടും പോയിട്ടില്ല എന്നോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് പുണ്ഡലീകൻ വളരെ വലിയ രീതിയിൽ കളിയാക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഇത്തരം സംസാരങ്ങളിൽ കുറേ നേരം ഏർപ്പെട്ടു. അങ്ങനെ അന്നേ ദിവസം രാത്രി അവരെല്ലാവരും നിദ്ര പോകാനായിട്ട് കടക്കുകയാണ്. അങ്ങനെ രാത്രി ഉറങ്ങാനായിട്ട് കടക്കുന്ന സമയത്താണ് പുണ്ഡലീകൻ ഒരു ചെറിയ കാഴ്ച കാണുന്നത്. അത് ഒരു സ്വപ്നമാണോ എന്ന് ചോദിച്ചാൽ സ്വപ്നമാണ്, എന്നാൽ സ്വപ്നം അല്ലേ എന്ന് ചോദിച്ചാൽ അത് സ്വപ്നം അല്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു കാഴ്ചയാണ്. അതായത് പൂർണ്ണമായും പുണ്ഡലീകൻ നിദ്രയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ആ ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ 3 അതിസുന്ദരിമാരായ സ്ത്രീകൾ വന്നിരിക്കുന്നു. ആ സ്ത്രീകളുടെ വസ്ത്രമാവട്ടെ ആകെ മോശമായിട്ടുള്ള വസ്ത്രമാണ്. ആ സ്ത്രീകൾ വന്ന് ആ ഒരു ആശ്രമവും ആ ആശ്രമത്തിലെ പൂജാമുറിയും വളരെ നീറ്റായിട്ട് വളരെ വൃത്തിയാക്കി വെച്ചിട്ട് അവർ തിരിച്ചു പോകുന്നു. ആശ്രമത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ സ്ത്രീകളുടെ വസ്ത്രമൊക്കെ വളരെ വൃത്തിയാവുന്നും ഉണ്ട്. അപ്പൊ ഇത് കാണുന്ന പുണ്ഡലീകൻ പെട്ടെന്ന് നിദ്രയിൽ നിന്ന്, അതായത് ഒരു പാതി മയക്കത്തിലാണല്ലോ ഉള്ളത്, നിദ്രയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോ പുണ്ഡലീകന്റെ കൺമുന്നിൽ ആ ഒരു 3 സ്ത്രീകളും പ്രത്യക്ഷരായി നിൽക്കുന്നു. അപ്പോ പുണ്ഡലീകൻ ആ 3 സ്ത്രീകളോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ ഈ ആശ്രമത്തിൽ വന്ന് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മുഷിഞ്ഞ വസ്ത്രത്തിൽ നിന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ ലഭിച്ചത് എന്ന്. അപ്പോഴാണ് ആ സ്ത്രീകളിൽ ഒരാള് പറയുന്നത്, ഞങ്ങൾ കാശിയിലുള്ള പുണ്യനദികളായ ഗംഗയും യമുനയും സരസ്വതിയുമാണ്. ഞങ്ങൾ വളരെയധികം മലിനമായി തീർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്താണ് അനേകം ആൾക്കാർ വന്ന് അവരുടെ എല്ലാ മോശകർമ്മങ്ങളും അവരുടെ എല്ലാ പാപകർമ്മങ്ങളും ഞങ്ങളിലാണ് അടിഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു വ്യക്തികൾ പോലും, അതായത് അല്ലെങ്കിൽ വളരെ ചുരുക്കം വ്യക്തികൾ മാത്രമാണ് ഭഗവാനിൽ സമർപ്പിതമായിട്ട് ഞങ്ങളിൽ വന്ന് സ്നാനം കൊള്ളാറുള്ളത്. ഈ ആശ്രമത്തിലെ സ്വാമിജി എന്ന് പറയുന്നത് ഭഗവാനെ സ്വയം സമർപ്പിതമായി
സേവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനായി നിത്യവും ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വരാറുണ്ട് എന്ന്. ഇത് കേൾക്കുന്ന പുണ്ടരീകന് വളരെയധികം അത്ഭുതമാവുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു സ്വയം പരിശോധന നടത്തുന്നത്. അദ്ദേഹവും ഇവർ പറഞ്ഞതുപോലെ തന്നെയാണ്, വളരെയധികം സ്വാർത്ഥ ചിന്താഗതിയോടുകൂടി. എന്നാൽ ഭഗവാന് വേണ്ടി ഒന്നും അദ്ദേഹം ചെയ്യില്ല, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ പോലും അദ്ദേഹം ചെയ്യില്ല. പക്ഷേ അദ്ദേഹത്തിന് പുണ്യം വേണം. എന്തൊരു സ്വാർത്ഥ ചിന്താഗതിയാണ് അല്ലെ? ഇത് തന്നെയായിരുന്നു അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം വിശകലനം ചെയ്യുകയാണ് പുണ്ടലീകൻ. ഈ ഒരു ചിന്തയോടുകൂടി പുണ്ടലീകന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുകയാണ്. ഉണർന്നെഴുന്നേക്കുന്ന പുണ്ടലീകൻ വളരെയധികം മാറിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോട് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെയധികം തെറ്റാണെന്നും നമ്മൾ പാപത്തിൽ നിന്ന് പാപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. മാത്രമല്ല ഇവിടം തൊട്ട് അവരുടെ അച്ഛനമ്മമാരെ, അതായത് ജാനുദേവനെയും സത്യവതിയും വളരെ നല്ല രീതിയിൽ തന്നെ അവരോട് പെരുമാറണമെന്നും അവരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്നും വലിയൊരു താക്കീര് കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ തന്റെ സ്വന്തം അച്ഛനമ്മമാരെ ഇനിയുള്ള കാലം സേവിക്കാനായിട്ടുള്ള തീരുമാനം പുണ്ടലീകൻ എടുത്തു. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പുണ്ടലീകൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വളരെയധികം സ്നേഹത്തോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയുമായിരുന്നു സേവിച്ചത്. മാത്രമല്ല ഭഗവാനോടുള്ള വിശ്വാസം അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്തു. ഭഗവാനോടുള്ള ഭക്തി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉയർന്നുയർന്നു വരാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തീവ്രമായ ഒരു ഭക്തനായി മാറുകയും ചെയ്തു. അങ്ങനെ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളർന്നു വരികയാണ്. അദ്ദേഹത്തിന് വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നേരിട്ടൊന്ന് കാണണമെന്ന് അദ്ദേഹത്തിന്റെ വളരെ വലിയ ആഗ്രഹമായിരുന്നു. എല്ലാ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ആഗ്രഹം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അത്രയും ഭക്തിയോടെ, എങ്ങനെയാണോ അദ്ദേഹം ഭഗവാനോടുള്ള ഭക്തി പുലർത്തുന്നത് അത്രയും അധികം ഭക്തിയോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷം അവരങ്ങനെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ജാനുദേവും സത്യവതിയും വാർദ്ധക്യത്തിന്റെ വളരെയധികം വലിയ പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രായാധിക്യം കൊണ്ട് അവർക്ക് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പുണ്ടലീകനെ വളരെ വലിയ രീതിയിൽ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. വളരെയധികം സ്നേഹത്തോടുകൂടി പുണ്ടലീകൻ അവരുടെ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തു. അപ്പോഴും പുണ്ടലീകന്റെ മനസ്സിൽ അടങ്ങാതെ കിടക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ദ്വാപര യുഗത്തിന്റെ അന്ത്യമായി തുടങ്ങി. അതായത് ഭഗവാന്റെ സ്വർഗാരോഹണത്തിന്റെ സമയം ഏകദേശമൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹവും ഭഗവാനോടുള്ള ഭക്തിയും ഒക്കെ വഴിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഇത്രയധികം ഒരാള് ഭഗവാനെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം ഭഗവാൻ കേൾക്കാതിരിക്കുമോ? അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പുണ്ടലീകൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹം അതിലിങ്ങനെ മുഴുകിയിരിക്കും. അദ്ദേഹം ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കും. അതേസമയം ഈ കർമ്മവും, അതായത് അച്ഛനമ്മമാർക്ക് വേണ്ട കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അച്ഛൻ്റെയും അമ്മയുടെയും അരികെ ഇരുന്നായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ദ്വാരകാധീശനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആ ഒരു കുഞ്ഞു കുടിലിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പുണ്ടലീകനെ നോക്കി പുണ്ടലീക എന്ന് വിളിക്കുന്നുമുണ്ട്. പുണ്ടലീകൻ അതേസമയം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം അദ്ദേഹം അതിൽ മുഴുകി തന്നെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ വിളി കേട്ട് പുണ്ടലീകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം കാണുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനോഹരമായ രൂപം അദ്ദേഹം എങ്ങനെ മനസ്സിൽ കണ്ടുവോ അതേ രൂപത്തിലാണ് ഭഗവാനെ അദ്ദേഹത്തിന്റെ ആ കുടിലിന് മുന്നിൽ കാണുന്നത്. പക്ഷെ ഇവിടെ ആവട്ടെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുണ്ടലീകൻ. അവർക്ക് വേണ്ടി എന്തോ ഒരു കാര്യം വളരെയധികം സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വിട്ടിട്ട് ഭഗവാന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ പുണ്ടലീകൻ ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നറിയോ? അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു മൺകട്ട ഭഗവാന്റെ നേരെ വെച്ചുകൊടുത്ത് അതിൽ ഇരിക്കാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. കുറച്ച് സമയം ഒന്ന് കാത്തു നിൽക്കും, ഞാൻ ഇതൊന്ന് മുഴുമിച്ചിട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം
മുഴുമിച്ചിട്ട് ഞാൻ അങ്ങയുടെ അടുക്കയിലേക്ക് എത്താം എന്ന് ഭഗവാനോടായിട്ട് പുണ്ടലീകൻ അവിടെ നിന്നുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഭഗവാൻ എന്താണ് മാനവരോടായിട്ട് പറഞ്ഞിരിക്കുന്നത്? മാനവ സേവ എന്ന് പറയുന്നത് മാധവ സേവയാണ് അല്ലെ. മാനവരെ സേവിക്കുക എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യാണെന്നാ പറഞ്ഞത്. പിന്നെയാണോ സ്വന്തം അച്ഛനമ്മമാരെ സേവിക്കുന്നതും അത് ഭഗവാനോടുള്ള സേവയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അപ്പോ അദ്ദേഹം പുണ്ടലീകന്റെ അടുത്ത് പറഞ്ഞു, പതുക്കെ മതി പുണ്ടലീക, അത് നീ മുഴുമിച്ചിട്ട് അച്ഛനെയും അമ്മയെയും സുരക്ഷിതരാക്കി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് നീ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ ആ മൺകട്ടയ്ക്ക് മുകളിൽ കയറി നിന്ന് അദ്ദേഹത്തിന്റെ 2 കരങ്ങളും ഇടുപ്പിൽ കുത്തി നിൽക്കുന്ന ആ ഒരു രൂപമാണ് പാണ്ഡുരംഗ വിഠല എന്ന് പറയുന്ന ആ ഒരു രൂപം. അതിമനോഹരമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ. സർവാലങ്കാര വിഭൂഷിതനായ ഭഗവാൻ ആ ഒരു മൺകട്ടയ്ക്ക് മുകളിൽ ഇടുപ്പിൽ കൈകൊത്തി നിൽക്കുന്ന ആ കാഴ്ച കാണാൻ രുക്മിണി ദേവിയും കൂടെ വരുന്നുണ്ട്. അതായത് ലക്ഷ്മി ദേവിയുടെ അവതാരമാണല്ലോ രുക്മിണി ദേവിയും ഈ കാഴ്ച കാണാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹം നിൽക്കുന്നത് പോലെ ദേവിയും അങ്ങനെ നിൽക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് വിശ്വാസം. അങ്ങനെ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത്, അവർക്ക് വേണ്ടിയുള്ള എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്ത് ഭഗവാനെ ദർശിക്കാനായിട്ട് വരുന്ന പുണ്ടലീകൻ കാണുകയാണ് ലക്ഷ്മീ നാരായണനായിട്ട് ഭഗവാൻ ആ ഒരു മൺകട്ടയ്ക്ക് മുകളിൽ ഇങ്ങനെ കയ്യൊക്കെ ഇടുപ്പിൽ കുത്തി നിൽക്കുന്ന ആ ഒരു കാഴ്ച. ഇതുവരെ ഒരു ഭക്തന് മുന്നിലും ഈ ഒരു രീതിയിൽ ഭഗവാൻ ദർശനം കൊടുത്തിട്ടില്ല. ഇത്രയും ഭക്തന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണുന്ന പുണ്ടലീകന്റെ കണ്ണിലൂടെ ധാരധാരയായിട്ടാണ്, പെരുമഴ പോലെയാണ് അശ്രുക്കൾ പെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും എന്തൊക്കെയാണ് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വികാരം എന്ന് അറിയുന്നില്ല. ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം വീഴുകയാണ് പുണ്ടലീകൻ. അപ്പോൾ ഭഗവാന്റെ ഈ നിൽപ്പ് കാണുന്ന രുക്മിണി ദേവി, അതായത് ലക്ഷ്മി ദേവി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഭഗവാനെ ഈ ഇടുപ്പില് ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ ഒരു നിൽപ്പ് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അതിന് കൊടുക്കുന്ന ഒരു ഉത്തരം വളരെ വലുതാണ്. എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ ഭക്തന്, എന്നിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, എന്നിലെല്ലാം സമർപ്പിച്ച് ജീവിക്കുന്ന എൻ്റെ ഭക്തന് അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ ആഴം എന്ന് പറയുന്നത് ഈ ഇടുപ്പ് വരെ ഉള്ളൂ. അതായത് അങ്ങനെ മുങ്ങി താഴെയാണ് എന്നുണ്ടെങ്കിൽ ആ ഇടുപ്പ് വരെ താഴുള്ളൂ, അതിൻ്റെ അപ്പുറം അങ്ങോട്ട് പോവില്ല എന്നതാണ് പറയാ. അതിൻ്റെ അപ്പുറം അങ്ങോട്ട് താഴ്ന്ന് പോവില്ല. ഞാൻ എന്നും അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് എന്നും സദാ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാവും എന്നാണ് പുണ്ടലീകനോടായിട്ടും ലക്ഷ്മി ദേവിയോടായിട്ടും അദ്ദേഹം പറയുന്നത്. അങ്ങനെ പുണ്ടലീകനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ഒക്കെ ഭഗവാൻ അനുഗ്രഹം വർഷം ചൊരിഞ്ഞ് അദ്ദേഹം തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം നിന്ന അതേ സ്ഥലത്ത്, അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹം നിന്ന അതേ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്വയംഭൂ വിഗ്രഹം, അദ്ദേഹം എങ്ങനെയാണോ നിന്നത്, ആ ഒരു മൺകട്ടയുടെ മുകളിൽ ആയിട്ട് അദ്ദേഹം എങ്ങനെയാണോ നിന്നത്, ആ മൺകട്ടയോട് കൂടിയുള്ള ഒരു സ്വയംഭൂ വിഗ്രഹം പുണ്ടലീകന്റെ വീട്ടിൽ ആ ഒരു കുടിലിൽ ഉണ്ടാവുകയാണ്. ഇതേ വിഗ്രഹമാണ്, ലക്ഷ്മി ദേവിയോടൊത്തുള്ള ഇതേ വിഗ്രഹമാണ് മഹാരാഷ്ട്രയിലെ പന്താർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പാണ്ഡുരംഗ വിഠല ക്ഷേത്രത്തില് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ സ്വയംഭൂ വിഗ്രഹമാണ് ഭഗവാന്റെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലേ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജന്മം തന്നവരാണ് നമ്മുടെ അച്ഛനും അമ്മയും. അപ്പോൾ അവരെ സേവിച്ച് മാത്രമേ ദൈവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്നതാണ്. അവരാണ് നമുക്ക് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത്. കാരണം ഈ ഒരു ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ ആരാധിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ശരീരത്തിലൂടെ നമുക്ക് ഭഗവാനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഭഗവാനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ഭഗവാന് വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനും സാധിക്കുള്ളൂ. ആ ശരീരം നൽകിയ ആൾക്കാരാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ അവരെ നിന്ദിച്ച് അവരോടൊരു സ്നേഹം പ്രകടിപ്പിക്കാതെ നമ്മൾ എന്ത് കർത്തവ്യത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിലും അതിലൊന്നും നമുക്ക് വിജയം വരിക്കാനായിട്ട് സാധിക്കില്ല, ഭഗവാൻ അതിൽ പ്രസാദിക്കില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അച്ഛനമ്മമാരുടെ ശ്രദ്ധയ്ക്ക്, വലിയൊരു ശ്രദ്ധയ്ക്ക്, അവര് ഇനി ഓരോ തലമുറയിലും അച്ഛനമ്മമാർ വരുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ അവരുടെ ശ്രദ്ധയ്ക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മക്കളെ സ്വാർത്ഥരാവാതെ വളരെയധികം നല്ലൊരു വ്യക്തിത്വമാക്കി, നിങ്ങളും സ്വാർത്ഥരാവാതെ നിങ്ങളും വളരെ നല്ലൊരു വ്യക്തികളായി അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം എല്ലാ മക്കൾക്കും അവരുടെ അച്ഛനമ്മമാരാണ് റോൾ മോഡൽ. അപ്പോൾ ആ ഒരു റോൾ മോഡൽ ആവാൻ എല്ലാ അച്ഛനമ്മമാരും ശ്രമിക്കേണ്ടതുമാണ്.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കഥ നിങ്ങൾക്ക് പാണ്ഡുരംഗ വിഠലയെ കുറിച്ചുള്ള ഒരു കഥ, പുണ്ടലീകന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കഥ ഞാൻ ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.